നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡിജിറ്റ്സ് ആൻഡ് നമ്പേഴ്സ്, അതായത് അക്കങ്ങളും സംഖ്യകളും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 2 ഡിജിറ്റ് നമ്പർ, അതായത് ഒരു 2 അക്ക സംഖ്യ എടുക്കാം. അപ്പോൾ 2 അക്ക സംഖ്യ ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു 15 അല്ലേ, 2 അക്ക സംഖ്യ 15 എടുത്തു. അത് ടെൻസിൻ്റെ സ്ഥാനത്ത് ഇവിടെ 1 കിടക്കുന്നു. ഇനി വൺസിൻ്റെ സ്ഥാനത്തോ 5 കിടക്കുന്നു അല്ലേ. നമ്മൾ ഒറ്റ 10 എന്ന് പറയും. അതായത് 10 × 1. ഈ 15-ൽ ഒരു 10 ഉണ്ട് അല്ലേ. ഒരു 10 പ്ലസ് എന്തുണ്ട്, ഒരു 5 ഉണ്ട് അല്ലേ. അതാണ് 15. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ 10ൻ്റെ സ്ഥാനത്ത് ഏതാണുള്ളത് 1. അപ്പോൾ 10 × 1 പ്ലസ് 5 അല്ലേ. അപ്പോൾ ഇതാണ് 10 × 1 10 പ്ലസ് 5. ഇതാണ് നമുക്ക് 15 കിട്ടുന്നത്. ഈ മറ്റൊരു സംഖ്യ വേണമെങ്കിൽ ഇപ്പോൾ 37 എടുത്തു. ഇവിടെ നോക്കിയാൽ 10ൻ്റെ സ്ഥാനത്ത് ടെൻസിൻ്റെ സ്ഥാനത്ത് ഏതാണുള്ളത് 3 അല്ലേ. അപ്പോൾ 10 × 3 പ്ലസ് പിന്നെ വൺസിൻ്റെ സ്ഥാനത്ത് 7 അല്ലേ. അപ്പോൾ 7. ഇതാണ് 10 × 3 30 പ്ലസ് 7. ഇതാണ് 37. ഇനി വേറെ സംഖ്യ എടുക്കാൻ നോക്കിയപ്പോൾ 78 എടുത്തു. അങ്ങനെയാണെങ്കിലോ ടെൻസിൻ്റെ സ്ഥാനത്ത് എത്രയാണ് 7 അല്ലേ. അതായത് 10 × 7. പിന്നെയോ വൺസിൻ്റെ സ്ഥാനത്ത് ഒറ്റയുടെ സ്ഥാനത്ത് 8. അങ്ങനെയാണ് നമുക്ക് 10 × 7 70 പ്ലസ് 8 78 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏത് 2 അക്ക സംഖ്യയും ഇതേപോലെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇനി നമ്മൾ ഇതൊന്ന് പൊതുവായി ഒന്ന് നോക്കിയേ. ഇവിടെ എന്താണ് പ്രത്യേകത കാണുന്നത്? അതായത് ഇവിടെ 10 × 1 അല്ലേ. ഇവിടെ 10 × 1 10 × 3 10 × 7 അല്ലേ. അതിന് ഒരു മാറ്റം വരുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ വേറെ സംഖ്യ എഴുതുന്നത് ഇപ്പോൾ 94 എഴുതി വിചാരിക്കാം. 94 അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 10 × ഇവിടെ 9 അല്ലേ. അപ്പോൾ 10 × 9 പ്ലസ് 4, അതായത് 90 പ്ലസ് 4 94. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഏത് 2 അക്ക സംഖ്യ എഴുതിയാലും 10 × അല്ലേ. 10 × ഒരു സംഖ്യ വരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് വേറൊരു സംഖ്യ കൂട്ടുന്നു അല്ലേ. 5 7 8 4 അങ്ങനെ ഒരു സംഖ്യ നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടുന്നു അല്ലേ. ഇതാണ് ഒരു 2 അക്ക സംഖ്യ, അതായത് 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൾജിബ്ര, അതായത് ബീജഗണിതം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പോൾ ഒരു 2 അക്ക സംഖ്യയുടെ ആൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം അല്ലേ. ഇവിടെ നോക്കിയേ, എന്താണ് 10 അല്ലേ. 10 × അല്ലേ. 10 × ഒരു സംഖ്യ, പിന്നെയോ അതിൻ്റെ കൂടെ വേറൊരു സംഖ്യ കൂട്ടുന്നു അല്ലേ. അതായത് 10 × ഒരു സംഖ്യ, അതായത് നമുക്ക് ആ സംഖ്യ m എന്ന് കൊടുക്കാം. മനസ്സിലായോ? ഏതൊരു സംഖ്യ ഗുണിക്കുന്നു പ്ലസ് അതിൻ്റെ കൂടെ വേറൊരു സംഖ്യ കൂട്ടുന്നു, അത് നമുക്ക് n ആണെന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 10m പ്ലസ് n. അപ്പോൾ ഇതാണ് ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ, അതായത് ഒരു 2 അക്ക സംഖ്യയുടെ ആൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം. ഇനി എന്താണ് m, എന്താണ് n? നാം m പറഞ്ഞു അല്ലേ. 1 മുതൽ 9 വരെയുള്ള ഏത് സംഖ്യ വേണമെങ്കിൽ ആകാം. അത് m = 1 2 3 അങ്ങനെ പോയിട്ട് എവിടെ വരെ ആവാം? 9 വരെ ആവാം. ഇനി n ആണെങ്കിലോ, n ആണെങ്കിൽ 0 1 2 അങ്ങനെ തുടങ്ങിയിട്ട് 9 വരെ ആകാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ, ഞാനിവിടെ m എന്ന് പറയുന്നത് 1 2 3 അങ്ങനെ തുടങ്ങിയിട്ട് 9 വരെ. ഇവിടെ n എന്ന് പറഞ്ഞത് 0 1 2 അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ എന്തുകൊണ്ടാണ് 0 ഇടാഞ്ഞത്? മറന്നുപോയതാണോ? മറന്നുപോയതല്ല. എന്തുകൊണ്ടാണിത്? ഈ m-ന് 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കിയേ. അപ്പോൾ ഇതാണ് m എന്ന് പറയുന്നത് അല്ലേ. ഈ സംഖ്യയാണ് m എന്ന് പറയുന്നത്. ഇത് 0 ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സംഖ്യ ഇത് നോക്കിയേ, 10 × m എത്രയാണ്? 0 പ്ലസ് 5 എന്ന് വന്നു അല്ലേ. 10 × 0 എത്രയാണ്? 0 അല്ലേ. അപ്പോൾ 0 പ്ലസ് 5 = 5. അപ്പോൾ ഇവിടെ എന്തായി? ഇത് 2 ഡിജിറ്റ് നമ്പർ അല്ല, 2 അക്ക നമ്പർ അല്ല. ഇതെന്തായി? ഒറ്റക്ക നമ്പറായി മാറി അല്ലേ. അപ്പോൾ എന്തായാലും ഈ സംഖ്യ m എന്ന് പറയുന്നത് ഒരിക്കലും 0 ആവാൻ പാടില്ല. 0 ആയിക്കഴിഞ്ഞാൽ എന്താവും? ഈ ടെൻസ് മൊത്തം 0 ആയിപ്പോയി. ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുള്ളൂ? ഒറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് m ഒരിക്കലും എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. 1 മുതൽ 9 വരെയുള്ള ഏത് വേണമെങ്കിലും ആകാം. ഇനി n ആണെങ്കിലോ, n 0 ആയിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പമുണ്ടോ എന്ന് നോക്കിയേ. നമുക്ക് നോക്കാം. ഇപ്പോൾ 10 × 1 പ്ലസ് ഇത് 0 ആണെന്ന് വിചാരിക്കുക, 0. അപ്പോൾ എന്ത് സംഭവിക്കും? = 10 × 1 10 10 പ്ലസ് 0 10 തന്നെ അല്ലേ. ഒരു കുഴപ്പമില്ല അല്ലേ. ഇതും 2 ഡിജിറ്റ് നമ്പർ തന്നെയാണ്, 2 അക്ക സംഖ്യ തന്നെയാണ് അല്ലേ.
അപ്പോൾ ഇവിടെ n 0 ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ m ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? കാരണം ഇനിയിപ്പോൾ നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അടുത്ത ക്ലാസ്സുകളിലൊക്കെ 8ലും 9ലൊക്കെ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യയുടെ ഒരു 2 ഡിജിറ്റ് നമ്പറിൻ്റെ ആൾജിബ്രിക് ഫോമാണ് 10m + n. മറക്കരുത്. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട് പേജ് നമ്പർ 150 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? ആഡ് എനി 2 ഡിജിറ്റ് നമ്പർ ആൻഡ് ദി നമ്പർ ഗോട്ട് ബൈ റിവേഴ്സിംഗ് ദി ഡിജിറ്റ്സ്. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ഓൾ സച്ച് സംസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 11. അതായത് 2 ഡിജിറ്റ് നമ്പർ അല്ലേ, അതായത് രണ്ടക്ക സംഖ്യ എടുക്കുക, പിന്നെയോ ആ രണ്ടക്ക സംഖ്യ ഒന്ന് തിരിച്ചെഴുതാം അല്ലേ. തിരിച്ചെഴുതിയിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടാം, ഈ സംഖ്യയും ഈ തിരിച്ചെഴുതിയും തമ്മിൽ കൂടി കൂട്ടാം. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടുമല്ലോ. ആ ഉത്തരം എപ്പോഴും 11ന്റെ എന്തായിരിക്കും, മൾട്ടിപ്പിൾസ് ആയിരിക്കും, 11ന്റെ ഗുണിതമായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ബീജഗണിതം ഉപയോഗിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, ഇതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ആ ഏതെങ്കിലും ഒരു രണ്ടക്ക സംഖ്യ എടുത്തിട്ട് ഒന്ന് നോക്കാം, ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് 2 ഡിജിറ്റ് നമ്പർ, അതായത് രണ്ടക്ക സംഖ്യ ഏതാണെന്ന് വിചാരിക്കുക, ഇഷ്ടമുള്ള നമ്പർ എടുക്കുക, രണ്ടക്കുള്ള ഇഷ്ടമുള്ള നമ്പർ. ഇപ്പൊ ഞാൻ 25 എടുത്തു എന്ന് വിചാരിക്കുക, 25 എടുത്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിജിറ്റ്സ് റിവേഴ്സ് ചെയ്യുക, അതായത് അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതാം. അപ്പൊ റിവേഴ്സിങ്, ദി ഡിജിറ്റ്സ്, അതായത് അക്കങ്ങൾ മാറ്റി എഴുതുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 25 അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ 5 കൂടുന്നു 52 മാറി അല്ലേ. മാറി, മനസ്സിലായില്ലേ? 5 കൂടെ പോയി 2 കൂടെ അങ്ങോട്ടും കൂടെ ഒന്ന് മാറ്റി എഴുതി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആഡ് ചെയ്യുന്നു, ആഡിങ്, അതായത് 25 + 52 നമുക്ക് എന്ത് കിട്ടും നോക്കിയേ? 5 2 7, 5 2 7, 77 കിട്ടി നമുക്ക്. അപ്പോൾ ഈ 77 11ന്റെ ഗുണിതമാണെന്നാണ് ഇവർ പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയേ, 77നെ നമ്മൾ 11 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം പോകും? 7 പ്രാവശ്യം 77 അല്ലേ, 0. അപ്പോൾ ഇവിടെ നമുക്ക് 11ന്റെ ഗുണിതമാണ് കിട്ടിയത്. ഇനി നമ്മൾ വേറെ ഏത് 2 ഡിജിറ്റ് നമ്പർ എടുത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലും എന്തായിരിക്കും? നമുക്ക് കിട്ടുന്നത് 11ന്റെ ഗുണിതമായിരിക്കും, മൾട്ടിപ്പിൾസ് ഓഫ് 11 ആയിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു സംഖ്യ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ 46, അതങ്ങോട്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് വരും? 64 ആയി. കൂട്ടി നോക്കിയാൽ 6 4 10 0, ബാക്കി 1, 6 4 10 11, 110 കിട്ടി അല്ലേ. അപ്പോൾ 110നെ നമുക്ക് 11 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ഒരു പ്രാവശ്യം 11, ബാക്കി 0, അപ്പോൾ 0 കൊണ്ട് കയറ്റിട്ടു അല്ലേ. എത്ര പ്രാവശ്യം പോകും? 10 പ്രാവശ്യം. ഇവിടെയും എന്താണ്? 110 11ന്റെ ഗുണിതമാണ് അല്ലേ. അപ്പോൾ ഏത് 2 ഡിജിറ്റ് നമ്പർ എടുത്താലും ഇത് തന്നെയാണ് സംഭവിക്കുക. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് നാം പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൾജിബ്ര നോക്കാം. ആൾജിബ്ര ഇതിൽ നമുക്ക് ആദ്യം ചെയ്യാം 2 ഡിജിറ്റ് നമ്പർ അല്ലേ, അതായത് രണ്ടക്ക സംഖ്യ. അതിൻ്റെ ആൾജിബ്രിക് ഫോം നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞു നിർത്തിയുള്ളൂ അല്ലേ. എന്താണ്? 10m + n അല്ലേ. അപ്പോൾ ഇത് ഈ ചോദ്യം മാത്രം കാണുന്നവരുണ്ടെങ്കിൽ അത് ഇതിന് തൊട്ടുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കാം. ഹോംവർക്കിന് വേണ്ടി മാത്രം കാണുന്ന ചിലവരുണ്ട്, അപ്പോൾ അവർ അതും കൂടി കേട്ടാൽ ഇത് മനസ്സിലാവുള്ളൂ. ഇനി അതിന് റിവേഴ്സ് ചെയ്യുമ്പോഴോ? റിവേഴ്സിങ് ദി ഡിജിറ്റ്സ്, അതായത് അക്കങ്ങൾ പരസ്പരം മാറ്റിയിട്ടുമ്പോൾ എന്ത് വരും? അപ്പോൾ എന്ത് വരും നോക്കിയേ, ഇവിടെ നമ്മൾ 25ന് 52 കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 25 എന്ന് പറഞ്ഞാൽ ഇത് എന്താണ്? ഇത് m ആണ്, ഇത് n ആണ് അല്ലേ. ഇത് m ഉം ഇത് n ആണ്. നേരെ തിരിഞ്ഞു വന്നപ്പോൾ എന്തായി? 5 ഇവിടെ വന്നു അല്ലേ. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? n. അപ്പം ഇത് n ആയി, ഇത് m ആണ്. റിവേഴ്സിൻ്റെ ഡിജിറ്റ് വരുമ്പോൾ എന്തായി? 10m + n എന്നുള്ളത് നേരെ തിരിഞ്ഞു അല്ലേ, 10n + m ആയി മാറി. ക്ലിയർ ആയില്ലേ? 10n + m. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ആഡ് ചെയ്ത് നോക്കാം, ആഡിങ്, അതായത് രണ്ടും തമ്മിൽ കൂട്ടുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയാൽ 10m + n, അതിൻ്റെ കൂടെ ഇത് കൂട്ടണം, 10n + m. എന്ത് കിട്ടി നമുക്ക്? 10m, ഇവിടെ ഒരു m ഉണ്ട് അല്ലേ, അതായത് 11m ഉണ്ട് പ്ലസ് 10n + 1n, എത്രയായി? 11n ഉണ്ട്. അപ്പോൾ നമുക്ക് 11m + 11n കിട്ടി. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? രണ്ടിനും 11 ഉണ്ട്. അപ്പോൾ നമ്മൾ 11നെ പുറത്തെടുത്തു. ബാക്കി ഇവിടെ എന്ത് വരും? ഒരു m വരും. ഇത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇതേ ടൈപ്പ്. പ്ലസ് ഇവിടെ ബാക്കി ഒരു n വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11 × m + n കിട്ടി. അതായത് m ഉം n ഉം ഏത് സംഖ്യ വേണമെങ്കിലും ആയിക്കോട്ടെ, ആ സംഖ്യയെ
അവ തമ്മിൽ കൂടി കൂട്ടിയിട്ട് എന്തുകൊണ്ട് ഗുണിക്കുന്നു നമ്മൾ? 11 കൊണ്ട് ഗുണിക്കുന്നു അല്ലേ? അപ്പോൾ ഏത് സംഖ്യ ഇവിടെ കിട്ടുന്ന സംഖ്യ ഏതായിരിക്കട്ടെ അതിന് അവസാനം നമ്മൾ എന്ത് ചെയ്യണം? 11 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഇവിടെ 11ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇതാ ദി സം ഈസ് ഓൾവേസ് മൾട്ടിപ്പിൾ ഓഫ് 11. അതായത് എപ്പോഴും ഇത് 11ന്റെ ഗുണിതമായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഫ്രം എ 2-digit number subtract the sum of the digits. Explain using algebra why all such differences are multiple of 9. അതായത് നമ്മൾ ഏത് 2-digit നമ്പർ, അതായത് ഏത് രണ്ടക്ക സംഖ്യ എടുത്താലും അതിൻ്റെ അക്കങ്ങളുടെ തുക, മനസ്സിലായില്ലേ? അക്കങ്ങളുടെ തുക ആ സംഖ്യയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഉത്തരം കിട്ടും, ഒരു സംഖ്യ കിട്ടും അല്ലേ? അത് എപ്പോഴും എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഒരു 2-digit നമ്പർ, 2-digit നമ്പർ, രണ്ടക്ക സംഖ്യ, ഇഷ്ടമുള്ളൊരു സംഖ്യ എടുത്തോ, 47 എടുത്തു ഞാൻ, 47. അപ്പോൾ ഇതാണ് നമ്മുടെ 2-digit നമ്പർ. ഇതിനെന്ത് വേണം? ഇനി നമുക്ക് സം ഓഫ് ദി ഡിജിറ്റ്, അതായത് അക്കങ്ങളുടെ തുക. അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഇവിടെ 4ഉം 7ആണ് രണ്ടക്കങ്ങൾ അല്ലേ? അപ്പോൾ 4ഉം 7ഉം കൂടി കൂട്ടുന്നു, അതായത് 4 + 7, അപ്പോൾ നമുക്ക് 11 കിട്ടി. ഇനി ഇതിൽ നിന്ന് ഈ 11 കുറച്ച് കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ നമുക്ക് എഴുതാം സബ്ട്രാക്ടിങ് ദി സം ഫ്രം ദി നമ്പർ. അതായത് ഈ തുക സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഈ സംഖ്യ 47ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കുന്നു? 11 കുറയ്ക്കുന്നു. അപ്പോൾ എത്ര ഉത്തരം കിട്ടി നമുക്ക്? 36 കിട്ടി അല്ലേ? നമുക്ക് 36. അപ്പോൾ ഇതേപോലെ നമ്മൾ ഏത് രണ്ടക്ക സംഖ്യയുടെ കേസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് 9ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. ആ 36 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? 9 × 4 ആണ് 36 അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇനി ഇതേപോലെ നമ്മൾ ഇനി 47 വരെ 56 ചെയ്തു, അല്ലെങ്കിൽ രണ്ടക്ക സംഖ്യ ഏത് ചെയ്ത് കഴിഞ്ഞാലും അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ കിട്ടുന്ന ഉത്തരം 9ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത് അല്ലേ? അപ്പോൾ അത് നമ്മൾ ആൾജിബ്ര ഉപയോഗിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം ആൾജിബ്ര. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ വേറെ രണ്ടക്ക സംഖ്യയിൽ ഇട്ടൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ 9ന്റെ മൾട്ടിപ്പിൾസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആൾജിബ്ര നോക്കിയാൽ 2-digit നമ്പേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം 2-digit നമ്പേഴ്സ് എഴുതാം. 2-digit നമ്പർ, അതായത് രണ്ടക്ക സംഖ്യ. അതിൻ്റെ ആൾജിബ്ര നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 10m + n അല്ലേ? 10m + n. ഇനി എന്താണ്? സം ഓഫ് ദി ഡിജിറ്റ്, അതായത് അക്കങ്ങളുടെ തുക. അക്കങ്ങളുടെ തുക എന്ത് വരും? ഇവിടെ നോക്കി അക്കങ്ങൾ ഏതൊക്കെ വരുന്നത്? 10m + n അല്ലേ? അപ്പോൾ 10ന്റെ സ്ഥാനത്ത് m-ഉം ഒറ്റയുടെ സ്ഥാനത്ത് n-ഉം ആണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ അക്കങ്ങൾ ഏതൊക്കെയാണ്? m-ഉം n-ഉം അല്ലേ? അപ്പോൾ അക്കങ്ങൾ സം ഓഫ് ദി ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ m-ഉം n-ഉം കൂടി കൂട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ടിങ് ദി സം ഫ്രം ദി നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് അതന്നെ എഴുതാം. സബ്ട്രാക്ടിങ് ദി സം ഫ്രം ദി നമ്പർ. അതായത് ഈ കിട്ടിയ തുക നമ്മുടെ നമ്പറിൽ നിന്ന് കുറയ്ക്കുന്നു അല്ലേ? അപ്പോൾ നോക്കിയേ, ഇതാണ് 2-digit നമ്പർ അല്ലേ? 10m + n, ഇതാണ് 2-digit നമ്പർ. അതിൽ നിന്ന് ഏത് കുറയ്ക്കുന്നു നമ്മൾ? ഈ സംഖ്യ അല്ലേ? സം ഓഫ് ദി ഡിജിറ്റ് m + n കുറയ്ക്കുന്നു, m + n-നെ കുറയ്ക്കുന്നു. ഇതാണ് നാം ഇവിടെ ചെയ്തത് അല്ലേ? ഇനി നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, 10m + n. ഇനി നമുക്ക് നമ്മളെ ഷോർട്ട് ഹാൻഡ് മാത്ത് ഓർമ്മയില്ലേ? നമ്മൾ പഠിച്ച പാഠം, അതിൽ നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ നോക്കിയേ, ഇത് രണ്ടും കൂടി കൂട്ടിയത് ഇതിൽ നിന്ന് കുറയ്ക്കുന്നു അല്ലേ? അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോന്നും കുറച്ചാൽ മതി അല്ലേ? അതായത് ഇതിൽ നിന്ന് -m-നെ കുറയ്ക്കുക, അതിനുശേഷം n-നെ കുറയ്ക്കുക. അതായത് ഇപ്പോൾ നോക്കിയാൽ എക്സാമ്പിൾ 10 - 4 + 1 ഇതാണെന്ന് വിചാരിക്കുക. നമുക്ക് 10ൽ നിന്ന് 4ഉം 1ഉം കൂടി കൂട്ടിയത് കുറക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10ൽ നിന്ന് 4ഉം 1ഉം 5 അല്ലേ? 5 കുറയ്ക്കുന്നു, അപ്പോൾ നമുക്ക് ഉത്തരം 5 കിട്ടി.
ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 10ൽ നിന്ന് 4 ഒന്നും കൂടി കൂട്ടിയത് കുറക്കുന്നതിന് പകരം 10ൽ നിന്ന് 4നെ കുറയ്ക്കുക, അതിനുശേഷം 1നെ കുറയ്ക്കുക, അല്ലേ? അപ്പോൾ ഒരേ ഉത്തരം തന്നെ ആയിരിക്കും കിട്ടുക. അതായത് 10ൽ നിന്ന് ഞാൻ 4നെ ആദ്യം കുറച്ചു, അതിനുശേഷം 1 കുറച്ചു. അപ്പോൾ എന്ത് പറ്റും? 10ൽ നിന്ന് 4 കുറച്ചാൽ 6, 6ൽ നിന്ന് 1 കുറച്ചാൽ 5, അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പോൾ അത് തന്നെയാണ് നമ്മോട് ചെയ്തത്. ഇത് കൂടി കൂട്ടിയത് ഇതിന് കുറക്കുന്ന പകരം നമ്മൾ എമ്മിനെ കുറച്ചു, അതിനുശേഷം എന്നിനെ കുറച്ചു. അപ്പം ഇനി ഒന്ന് നോക്കിയേ, എന്ത് കിട്ടും നോക്കിയേ. 10m പിന്നെ എം ഏതാ? ഇവിടെ ഒരു എം ഉണ്ട്, അല്ലേ? അപ്പോൾ 10m മൈനസ് എം. 10m നിന്ന് ഒരു എം പോയി കഴിഞ്ഞാൽ ബാക്കി 9m. ഇനി ഇവിടെ പ്ലസ് n, ഇവിടെ മൈനസ് n. അത് n കൂട്ടണം, അതിനുശേഷം n കുറയ്ക്കാൻ വേണം. അതായത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി, അല്ലേ? ബാക്കി എന്ത് കിട്ടി നമുക്ക്? 9m എന്ന് കിട്ടി. അതായത് ഇങ്ങനെ കുറച്ച് കിട്ടുന്ന തുക എന്തായിരിക്കും? 9 ഇൻറ്റു എം. ഈ ടെൻസിൻ്റെ സ്ഥാനത്ത് ഏത് സംഖ്യയാണോ കിടക്കുന്നത് അതിനെ 9 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയായിരിക്കും. ഗുണിച്ച് ഇവിടെ നോക്കിയാൽ ടെൻസിൻ്റെ സ്ഥാനത്ത് 4 അല്ലേ? അപ്പോൾ 4നെ 9 കൊണ്ട് ഗുണിച്ചാൽ 9, 4, 36. നമുക്ക് 36 കിട്ടി. ഇനി വേറെ ഏത് സംഖ്യ എടുത്താലും ടെൻസിൻ്റെ സ്ഥാനത്ത് ഏതാണോ സംഖ്യ ആ സംഖ്യ നമ്മൾ 9 കൊണ്ട് ഗുണിക്കുന്നു. അതുകൊണ്ടാണ് എന്താണ് എപ്പോഴും ഇത് 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദി ഡിഫറൻസ് ഈസ് ഓൾവേസ് മൾട്ടിപ്പിൾ ഓഫ് 9. ഈ സംഖ്യ എപ്പോഴും 9ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ 9ൻ്റെ ഗുണിതമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം എന്താണ്? റൈറ്റ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ഓൾ 3 ഡിജിറ്റ് നമ്പർ. അതായത് 3 അക്ക സംഖ്യയുടെ ആൾജിബ്രിക് ഫോം, ബീജഗണിത രൂപം ഒന്ന് എഴുതാം. ഇപ്പോൾ നമുക്കൊരു 3 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ ഇപ്പോൾ ഇഷ്ടമുള്ളൊരു 3 അക്ക സംഖ്യ എടുക്കാം. 261 3 അക്ക സംഖ്യ, അല്ലേ? അപ്പോൾ ഈ 260നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കിയാൽ ഒറ്റ 10 100, അല്ലേ? അതായത് 1s 10s 100. ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് ഏതാ എടുക്കുന്നത്? 2, അല്ലേ? അതായത് 100ൻ്റെ സ്ഥാനത്ത് അപ്പോൾ 100 ഇൻറ്റു 2 പ്ലസ് ഇനി 10ൻ്റെ സ്ഥാനത്ത് 6, അല്ലേ? അപ്പോൾ 10 ഇൻറ്റു 6 നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പ്ലസ് 1ൻ്റെ സ്ഥാനത്ത് 1. അപ്പം ഇത് നമുക്ക് 100 ഇൻറ്റു 2 200 പ്ലസ് 10 ഇൻറ്റു 6 60 പ്ലസ് 1. അങ്ങനെയാണ് നമുക്ക് 261 കിട്ടുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ 2 ഡിജിറ്റ് നമ്പറിൻ്റെ എഴുതിയ അതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ ആൾജിബ്ര നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആൾജിബ്രിക് ഫോം നമുക്ക് എങ്ങനെ എഴുതാം? 100 ഇൻറ്റു 2, അല്ലേ? അപ്പോൾ നമുക്ക് 100 ഇൻറ്റു ഇപ്പോൾ എന്നോ അല്ലെങ്കിൽ എക്സ് എന്നോ ഏത് വേണമെങ്കിൽ കൊടുക്കുക. അപ്പോൾ 100 ഇൻറ്റു എക്സ് ഏതൊരു സംഖ്യ പ്ലസ് 10 ഇൻറ്റു വേറൊരു സംഖ്യ, അല്ലേ? അപ്പോൾ എക്സ് എന്ന് കൊടുത്താൽ എനിക്ക് വൈ എന്ന് കൊടുത്തു പ്ലസ് വേറൊരു സംഖ്യ അപ്പോൾ എക്സ് വൈ സെഡ് എന്ന് കൊടുത്തു. ആ സംഖ്യക്ക് നമ്മൾ സെഡ് എന്ന് കൊടുത്തു, അല്ലെങ്കിൽ ABC അങ്ങനെ വേണമെങ്കിൽ കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? 100x പ്ലസ് 10y പ്ലസ് സെഡ്. അപ്പോൾ ഇതാണ് ഒരു 3 ഡിജിറ്റ് നമ്പറിൻ്റെ ആൾജിബ്രിക് ഫോം. 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ ഓർമ്മയുണ്ടല്ലോ 10m പ്ലസ് n, അല്ലേ? അപ്പോൾ ഒരു 10m പ്ലസ് n, അതായത് ഇത്രയും ഭാഗം ഉണ്ടാവുള്ളൂ. ഇനി അതിലെന്താണ് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്? അപ്പോൾ ഒരു 3 അക്ക സംഖ്യ എടുക്കുക. 3 അക്ക സംഖ്യയെ തിരിച്ചെഴുതാം, അല്ലേ? ഇപ്പോൾ നമ്മൾ ഡിജിറ്റ് മാറ്റി എഴുതിയ പോലെ അങ്ങനെ തിരിച്ചെഴുതാം. തിരിച്ചെഴുതിയിട്ട് അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ വലിയ സംഖ്യ ഏതാണോ അതിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സംഖ്യ അത് എപ്പോഴും എന്തായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്? മൾട്ടിപ്പിൾസ് ഓഫ് 99 99ൻ്റെ ഗുണിതങ്ങളായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്, അല്ലേ? അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ നമ്പർ തന്നെ എടുത്ത് നോക്കാം. 3 ഡിജിറ്റ് നമ്പർ ഇതേ നമ്പർ തന്നെ എടുക്കാം, 261. ഇനി എന്ത് വേണം? റിവേഴ്സൻ, അല്ലേ? അതിൻ്റെ ഡിജിറ്റുകൾ, അതായത് അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതണം. അപ്പോൾ നമുക്ക് റിവേഴ്സിങ് ദി ഡിജിറ്റ്സ്, അതായത് അക്കങ്ങൾ പരസ്പരം മാറ്റിയത്. അപ്പോൾ എന്ത് വരും? ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് 1 അല്ലേ? ഇവിടെ 100ൻ്റെ സ്ഥാനത്ത് 2. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയത്. അപ്പോൾ ഈ 261 പകരം എന്തായും 162 എന്നായി. ഇനി എന്താ പറഞ്ഞത്? ഇതിൽ നിന്ന് ഇപ്പോൾ 2 സംഖ്യകൾ കിട്ടി. ഇതിൽ നിന്ന് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, അല്ലേ? അപ്പോൾ നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. സബ്ട്രാക്റ്റിംഗ്, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. വലുത് ഏതാണ്? 261. അപ്പോൾ 261ൽ നിന്ന് നമ്മൾ 162നെ മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 9 9, അല്ലേ? അപ്പോൾ നമുക്കിവിടെ 99 എന്ന് കിട്ടി.
അപ്പോൾ ഇവർ പറഞ്ഞ് ശരി തന്നെയാണ് അല്ലേ? ഇങ്ങനെ ചെയ്താൽ നമുക്ക് 99 കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ സംഖ്യകൾ ഇട്ടൊന്ന് നോക്കാം. 3 സംഖ്യകൾ ഇട്ടിട്ട് ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കിയാലും ഒക്കെ 99ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇക്കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താക്കണം? അത് ആൾജിബ്ര ഉപയോഗിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആൾജിബ്ര ആദ്യം നമ്മൾ 3 ഡിജിറ്റ് നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ് നമ്പർ നമുക്കറിയാം. എൻ്റെ ആൾജിബ്രിക് ഫോം അറിയാലോ. എന്താണ്? 100x പ്ലസ് 10y പ്ലസ് z അല്ലേ? ഇതാണ് ആൾജിബ്രിക് ഫോം. ഇനി റിവേഴ്സിംഗ് ദി ഡിജിറ്റ്സിനെ തിരിച്ചിടുന്നു. റിവേഴ്സിംഗ് ദി ഡിജിറ്റ്സ്. അപ്പോൾ റിവേഴ്സിംഗ് ദി ഡിജിറ്റ്സ് എന്ത് വരും? നമ്മളിവിടെ തിരിച്ചിട്ടു അല്ലേ? ഇവിടെ നോക്കിയാൽ ഇവിടെ 2 ആണ് എക്സ്, 6 y ആണ് അല്ലേ? പിന്നെ സെഡിന് 1 ആണ് അല്ലേ? ഇവിടെ ഇപ്പം തോന്നുന്നു ഈ സെഡ് ഇങ്ങോട്ട് മാറി. അപ്പോൾ ഇത് സെഡ് ആണ് അല്ലേ? പിന്നെ വൈക്ക് മാറ്റില്ല, വൈ അങ്ങനെ തന്നെ കിടന്നു. പിന്നെ 2 എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ? അപ്പോൾ എന്തായി മാറി? സംഖ്യ എന്തായി മാറി? ഇതിൻ്റെ ആൾജിബ്ര എന്തായി മാറി? 100ന്റെ സ്ഥാനത്ത് സെഡ് അല്ലേ? അപ്പോൾ 100 സെഡ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് മാറി? 100 സെഡ് പ്ലസ് ടൺസിൻ്റെ സ്ഥാനത്ത് വൈ തന്നെ അല്ലേ? അപ്പോൾ ടൺ വൈ പ്ലസ് ഇവിടെ വൺസിൻ്റെ സ്ഥാനത്ത് ഏതാണുള്ളത്? എക്സ്. മനസ്സിലായില്ലേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാം അല്ലേ? അപ്പോൾ സബ്ട്രാക്റ്റിംഗ്. നമ്മൾ കുറയ്ക്കുമ്പോൾ എന്ത് വരും നോക്കിയാൽ? ഇപ്പോൾ ഇത് 100x പ്ലസ് 10y പ്ലസ് z അല്ലേ? അതിൽ നിന്ന് ഏത് കുറയ്ക്കുന്നു നമ്മൾ? 100z പ്ലസ് 10y പ്ലസ് എക്സ് കുറയ്ക്കുന്നു അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇത് കുറയ്ക്കുന്നു. ഈക്വൽ ടു 100x ഇതങ്ങനെ തന്നെ എഴുതുന്നു പ്ലസ് 10y പ്ലസ് z. ഇനി നോക്കിയേ, നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ നോക്കിയാൽ ഇതെല്ലാം കൂടി കൂട്ടിയതാണ് ഇതിൽ നിന്ന് കുറയ്ക്കണത് അല്ലേ? അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നും കുറയ്ക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ ഓരോന്നും കുറയ്ക്കുന്നു. ആദ്യം 100z കുറയ്ക്കുന്നു, അതിനുശേഷം അതിൽ നിന്ന് 10y കുറയ്ക്കുന്നു, അതിനുശേഷം എക്സ് കുറയ്ക്കുന്നു അല്ലേ? ഇത് നമ്മൾ നമ്മുടെ ഏതിൽ പഠിച്ചിട്ടുണ്ട്? ഷോർട്ട് ഹാൻഡ് മാത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നു. ഇനി നോക്കിയേ, 100x, ഇനി എക്സ് ഉള്ളത് ഏതാണ്? ഇവിടെ എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ 100xൽ നിന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വന്നു? നമുക്കിവിടെ 99x അല്ലേ? ഇനി y നോക്കിയേ, 10y ഉണ്ട്, 10y അതിൽ നിന്ന് 10y മൈനസ് 10y അല്ലേ? അപ്പോൾ 10y നിന്ന് 10y കുറയ്ക്കണം. അതായത് അതെന്തായി പോയി? 0 ആയിപ്പോയി. ഇനി എന്താണ്? പ്ലസ് z അല്ലേ? ഒരു z കൂട്ടണം, പിന്നെയോ മൈനസ് 100z, അതിന് ശേഷം 100z കുറയ്ക്കണം. അപ്പോൾ ഒരു z കൂട്ടണം, 100z കുറയ്ക്കണം. പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? 99z കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ 99z. അപ്പോൾ നമുക്ക് 99x മൈനസ് 99z കിട്ടി. അതായത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ 99 രണ്ടിലും ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ 99 പുറത്തേക്ക് എടുത്ത് ബാക്കി ഇവിടെ എന്തോന്നു? എക്സ്, ചിഹ്നം മൈനസ്, പിന്നെ ഇവിടെ ഒരു z. അപ്പോൾ നമുക്ക് അവസാനം ഇങ്ങനെ കിട്ടി 99 ഇൻറ്റു എക്സ് പ്ലസ് എക്സ് മൈനസ് z. അതായത് എക്സിൽ നിന്ന് z കുറയ്ക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് ഏത് സംഖ്യയായാലും അതിൽ നിന്ന് സെഡിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യ കുറയ്ക്കുക, എന്നിട്ട് അതിനെ 99 കൊണ്ട് ഗുണിക്കണം. കണ്ടില്ലേ? ഈ 99 കൊണ്ട് ഗുണിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും 99ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദസ് ദി ഡിഫറൻസ് ഈസ് ഓൾവേസ് മൾട്ടിപ്പിൾ ഓഫ് 99. അതായത് എപ്പോഴും ഇതിൻ്റെ വ്യത്യാസം 99ൻ്റെ ഗുണിതമായിരിക്കും. ക്ലിയർ ആയില്ലേ? ഇനി അതിൽ നമുക്കൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, മൂന്നാമത്തെ അല്ലേ? അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം എ 3 ഡിജിറ്റ് നമ്പർ സബ്ട്രാക്ട് ദി സം ഓഫ് ദി ഡിജിറ്റ്സ്, എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര വൈ ഓൾ സച്ച് ഡിഫറൻസസ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 9. അതായത് ഒരു 3 അക്ക സംഖ്യയിൽ നിന്ന് അതിൻ്റെ അക്കങ്ങളുടെ തുക കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 3ൻ്റെ എന്തായിരിക്കും? മൾട്ടിപ്പിൾസ് ആയിരിക്കും. അത് ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ആൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ് നമ്പർ, ഇപ്പോൾ ഏത് നമ്പർ വേണമെങ്കിൽ തന്നെ എടുത്തോളൂ. എഴുതാം. നമ്പർ എത്ര എന്നിരിക്കാം? 261. അതന്നെ വിചാരിച്ചു. ഓക്കെ. ഇനി അതിൻ്റെ അക്കങ്ങളുടെ തുക അല്ലേ? അതായത് സം ഓഫ് ഡിജിറ്റ്സ്. അക്കങ്ങളുടെ തുക എന്ത് വരും? അക്കങ്ങൾ ഏതൊക്കെയാണ്? 2,
പ്ലസ് 6 പ്ലസ് 1 അല്ലേ. അപ്പോൾ 6 2 8 1 9. ഇതാണ് നമുക്ക് കിട്ടിയ തുക. ഇനി ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നു അല്ലേ. സബ്ട്രാക്റ്റിംഗ്. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 261 മൈനസ് 9 എത്ര കിട്ടും? 252. ഇത് കിട്ടി. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സംഖ്യ എപ്പോഴും എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 252നെ 9 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാൽ 9 × 2 18 അല്ലേ. 18 അപ്പോൾ 2 ബാക്കി 72 അല്ലേ. 72 8 58 72 അല്ലേ. അപ്പോൾ ഇവിടെ 252നെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 28 കിട്ടി അല്ലേ. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൾജിബ്ര നോക്കാം. ആൾജിബ്ര ആദ്യം നമ്മൾ നമ്പർ എടുത്തു അല്ലേ. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ നമുക്കറിയാം. ഇതിൻ്റെ ആൾജിബ്ര ഫോം എന്താണ്? 100x പ്ലസ് 10y, അതിൽ മാറ്റങ്ങളൊന്നുമില്ല അല്ലേ, പ്ലസ് z. ഇതാണ് ആൾജിബ്ര ഫോം. ഇനി എന്ത് ചെയ്യും നമ്മൾ? സം ഓഫ് ദി ഡിജിറ്റ്സ് അല്ലേ. അപ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് ഇത് കൂടി കൂട്ടുന്നു അല്ലേ. ഇതാണ് ഡിജിറ്റുകൾ എക്സും വൈയും സെഡും അല്ലേ. അപ്പോൾ 2 6 1 കൂട്ടിയ പോലെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. ഇതാണ് ഇതിൻ്റെ ഡിജിറ്റുകൾ. കൂട്ടുന്നു. ഇനി എന്ത് വേണം? ഇതിൽ നിന്ന് ഇത് കുറച്ചു അല്ലേ. അപ്പോൾ സബ്ട്രാക്റ്റിംഗ്. കുറയ്ക്കുന്നു. എന്ത് കുറയ്ക്കുന്നു? 100x പ്ലസ് 10y പ്ലസ് z. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് z അല്ലേ. എക്സ് പ്ലസ് വൈ പ്ലസ് z അത് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്തുകൂടെ? അതായത് 100x പ്ലസ് 10y പ്ലസ് z. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇത് കൂട്ടിയത് കുറക്കുന്നതിന് പകരം ഓരോന്ന് കുറയ്ക്കുക അല്ലേ. അപ്പോൾ മൈനസ് ആദ്യം എക്സ് കുറച്ചു, പിന്നെ വൈ കുറയ്ക്കുന്നു, പിന്നെ z കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നോക്കിയാൽ? 100xൽ നിന്ന് 1x അല്ലേ. എക്സ് ഉള്ളത് 100xും പിന്നെ ഒരു മൈനസ് എക്സ് ആണ്. അപ്പോൾ 100xൽ നിന്ന് 1x മൈനസ് ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടി? 99x. ഇനി വൈ നോക്കിയാൽ 10y ഉണ്ട് ഇവിടെ, മൈനസ് വൈ ഉണ്ട് അല്ലേ. അപ്പോൾ 10yൽ നിന്ന് ഒരു വൈ പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടി? 9y. അപ്പോൾ പ്ലസ് 9y. ഇനി പ്ലസ് z ഉണ്ട്, മൈനസ് z ഉണ്ട് അല്ലേ. രണ്ടും ക്യാൻസലായി പോയി. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 99x പ്ലസ് 9y എന്ന് കിട്ടി. ഇനി ഇവിടെ നോക്കിയാൽ നാം എപ്പോഴും ചെയ്യാറുള്ള പോലെ നോക്കിയാൽ ഇവിടെ 99, ഇവിടെ 9 അല്ലേ. അപ്പോൾ 2ലും 9 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 9ന് മാത്രം പുറത്തെടുത്തു. ബാക്കിയിൽ എന്ത് വരും? അതായത് 99നെ നമുക്ക് എന്തെന്ന് എഴുതാം? 99 = 11 × 9 ആണ് 99 അല്ലേ. അപ്പോൾ നാം അതിൽ നിന്ന് ഈ 9നെ പുറത്തെടുത്തു. ബാക്കി എന്ത് വരും? ഇവിടെ 11. ക്ലിയർ ആയില്ലേ? ഈ ബാക്കി ഒരു എക്സും. അപ്പോൾ 99ൽ നിന്ന് 9നെ പുറത്തെടുത്തു. ഓക്കെ. പിന്നെ പ്ലസ്. ഇനി ഇതിൽ നിന്ന് 9 പോകുന്ന കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? വൈ മാത്രമേ ഉള്ളൂ അല്ലേ. വൈ. അത് നമുക്ക് എന്ത് കിട്ടി? 9 × 11x പ്ലസ് y എന്ന് കിട്ടി. ഇവിടെ ഏത് സംഖ്യ ആയാലും അതിനെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ 9 കൊണ്ട് ഗുണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്താണ് എപ്പോഴും ഇത് 9ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം ദസ് ദി ഡിഫറൻസ് ഈസ് ഓൾവേസ് മൾട്ടിപ്പിൾ ഓഫ് 9. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ഈ പാഠം മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും മറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ചെയ്യുക.